നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ എഗ് പുഡിംഗ് ആണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ടേസ്റ്റി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം. എല്ലായിടത്തും ഒരുപോലെ ചൂടെത്താൻ വേണ്ടി നമുക്ക് പഞ്ചസാര ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ മെൽറ്റായി വരുമ്പോൾ ആ ഒരു പാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് ചൂടായി വരും, ഉരുകാൻ തുടങ്ങും. അപ്പം ഉരുകി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഉരുകിയ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഒരുപോലെ അങ്ങോട്ട് ഉരുകി വരാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര മൊത്തം മെൽറ്റായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് കളർ മാറണം, എന്നാലാണ് നമ്മുടെ പുഡിങ്ങിന് നല്ല കളർ ഉണ്ടാകുള്ളൂ. പിന്നെ ഒരുപാട് കളർ അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ പുഡിങ് ചെറുതായിട്ട് കഴിക്കും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ആവണ്ട കേട്ടോ. ഈ ഒരു കളർ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് ബൗളായാലും സ്റ്റീൽ ബൗളായാലും കുഴപ്പമില്ല. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ചെറിയ മോൾഡായാലും കുഴപ്പമില്ല കേട്ടോ. എന്തിനും നമുക്കിത് ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് ആവാതിരുന്നാൽ മതി. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ ചൂടാറാൻ നിന്നുണ്ടെങ്കിൽ അത് സെറ്റായി പോകുന്നുണ്ടാവും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റാവാനായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇത് സെറ്റാവുന്ന സമയത്ത് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എനിക്ക് ലൈറ്റ് മധുരമാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചും കൂടെ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് തണുപ്പില്ലാത്ത ലൈറ്റ് ചൂടുള്ള പാലായിരിക്കണം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി അലിയാനുള്ള പഞ്ചസാര ഒന്നും കൂടി അലിഞ്ഞു കിട്ടും നമുക്ക്. ഇനി ഇതെല്ലാം ഈ വിസ്ക് വെച്ച് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ റെസിപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോസും ഞാൻ ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. അപ്പോൾ ഐ ബട്ടൺ പ്രസ് ചെയ്താലും ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ഒന്ന് അരിച്ചിട്ട് ആ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏതാണ്ട് 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ റിങ്ങിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബൗള് താഴെ മുട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഗ്രിഡ് പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ പൊള്ളും. അതുകൊണ്ട് ഞാൻ ഇതിന് ശേഷമാണ് ഇതൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ബൗൾ നിറഞ്ഞിരിക്കുന്ന കാരണം അതെടുത്ത് വയ്ക്കുമ്പോൾ തുളുമ്പിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് ആവിയേറ്റെടുക്കാം. ഇടിയപ്പച്ചമ്പൊക്കെ ഉള്ളവർ അതിനകത്ത് ഒരു അരിപ്പത്തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൗൾ വെച്ചിട്ട് നമുക്ക് ആവിയേറ്റിയെടുക്കാം. ഇപ്പം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഒന്ന് ഇതുപോലെ ഒന്ന് വിടിച്ചെടുക്കാം. അപ്പോൾ ഇത് ബൗളിൽ നിന്ന് മാറ്റുമ്പം ഇതിൽ ആ സിറപ്പ് പുറത്തേക്ക് ഒഴുകി പോവാതെ ഒന്ന് നോക്കണം. കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം ബൗളിലേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കാരമൽ എഗ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഒരു കളർ ഒറിജിനൽ കളറാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്.
നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.